നമസ്കാരം. കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ ഒരു വിജയപ്രതീക്ഷയുടെ വാതിൽ ഇടതുപക്ഷത്തിന് അടഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ ജനവിരുദ്ധ വികാരം ഇടതുപക്ഷ സർക്കാരിന് മേൽ ഇല്ല എന്ന് ഓരോ CPM നേതാക്കൾ പറയുമ്പോഴും ജനവികാരം വലിയ രീതിയിൽ തന്നെ CPM-ന്റെ മണ്ടയിൽ തന്നെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM-ന്റെ തലയ്ക്ക് മീതെ നിൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40-45 വർഷത്തോളം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഉൾപ്പെടെ പലയിടത്തും CPM-ന് അടിപതറിയത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ വെച്ച് ഒരു കളി നടത്താൻ നോക്കിയതാണ്. പക്ഷേ കൃത്യമായി തന്നെ DK ശിവകുമാർ പിണറായി വിജയന്റെ കരണക്കുറ്റിക്കെട്ട് അടിക്കുന്ന രീതിയിലുള്ള ഒരു മാരകമായ പ്രഹരം തന്നെ DK ശിവകുമാർ പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട്. അതിൽ DK ശിവകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കാര്യമറിയാതെ വെറുതെ സംസാരിക്കരുത്. അതായത് തിരുവനന്തപുരത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഈ ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നത് അതേപോലെ നോക്കി വായിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും, അതായത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ജനങ്ങളോ എന്തെങ്കിലും ചോദിച്ചാൽ ഓൺ ദ സമയം നമുക്കറിയാം സ്പോട്ടിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, പിന്നെ കുറച്ച് ചിരിക്കുന്നു, പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തുന്ന രീതിയിലേക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്ന അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ ഒരു നീക്കം കർണാടകയിലും അയച്ചാമെന്ന് നോക്കി അങ്ങനെ അതുവഴി ന്യൂനപക്ഷങ്ങളെ ഒന്ന് സന്തോഷപ്പെടുത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു രീതിയിൽ ഒരു വോട്ട് കിട്ടാനൊക്കെ ഒന്ന് നോക്കിയപ്പോഴും ആ കളി DK ശിവകുമാർ ആദ്യമേ തന്നെ അത് ഒടിച്ചു മടക്കി പിണറായിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കർണാടകയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുക, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ, മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുക. അല്ലാതെ കർണാടകയിലേക്ക് കയറി വന്ന് കോൺഗ്രസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ തലയിടാൻ വരണ്ട എന്ന് DK ശിവകുമാർ വ്യക്തമായി തന്നെ പറഞ്ഞു. കർണാടക സർക്കാരിന്റെ ഭൂമിയിൽ നിന്നും ഒഴിയാത്തവരെ ഒടുവിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിച്ചതിന് മനുഷ്യന്റെ അന്തസ്സിന് നേരെയുള്ള കടന്നുകയറ്റമെന്നാണ് പിണറായി ഇതിനെ വിളിച്ചു പറഞ്ഞത്. ഒരു അനധികൃത കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച ഈ വാക്കുകൾ ഇടതുപക്ഷത്തിന്റെ നിഘണ്ടുവിലെ സ്ഥിരം പല്ലവികളാണ്. ന്യൂനപക്ഷ കയ്യേറ്റം, അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യത്തിന്റെ അട്ടിമറി, അതുമല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം, അതുമല്ലെങ്കിൽ മനുഷ്യന്റെ അന്തസ്സിന് നേരെയുള്ള കടന്നുകയറ്റം എന്നൊക്കെയാണ് പിണറായി ഉപയോഗിക്കുന്ന സ്ഥിരം ക്യാപ്സ്യൂളുകൾ. നിലവിൽ ബാംഗ്ലൂരിലെ ഗേറ്റർ അതോറിറ്റിക്ക് 5 ഏക്കർ ഭൂമി യലഹങ്കയിൽ ഉണ്ട്. അത് ഏതാണ്ട് 15 വർഷം മുമ്പ് ബംഗ്ലാദേശി രോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവർക്ക് പതിയെ അവർ കൈയടക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ ഗേറ്റർ ബാംഗ്ലൂർ അതോറിറ്റിക്ക് 5 ഏക്കർ ഭൂമി ആണ് അവിടെ പണ്ട് മുതലേ യലഹയിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈ അനധികൃതമായി ബാംഗ്ലൂരിൽ വന്ന ഈ രോഹിംഗ്യകൾ അതിനെ കൈയടത്തുകയും പതിയെ അവർ ആ ഭൂമി മൊത്തത്തിൽ അവരുടെ ഒരു കൈവശപ്പെടുത്തുകയും ചെയ്തു. ആദ്യം അവർ അവിടെ പതുക്കെ ടാർപോളിനും ഒക്കെ കെട്ടിയ ഒരു കുടിൽ സംവിധാനം ഉണ്ടാക്കി. പിന്നെ പതിയെ അത് ഭിത്തിയോട് ചേർന്ന് ഒരു ടിൻഷീറ്റ് വീടുകളാക്കി. കുറെ കഴിഞ്ഞപ്പോൾ ടിൻഷീറ്റ് മാറ്റി ആസ്പെറ്റോസ് ഷീറ്റൊക്കെ ആയിട്ട് അതിന്മേൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ബലപ്പെടുത്തി നല്ല വീടുകൾ തന്നെ അവർ അവിടെ രൂപീകരിച്ചു. 2 നില കോൺക്രീറ്റ് കെട്ടിടങ്ങളും ധാരാളം കോളനികൾ, അങ്ങനെ പേര് കേട്ട അവിടെ ആരും ഇപ്പോൾ ഈ അനധികൃതമായി വന്ന രോഗികൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അതിൽ ഒന്നിന്റെ പേരാണ് ഫഹീർ കോളനി, രണ്ടാമത്തിന്റെ പേരാണ് വാസിർ ലേഔട്ട്. പേരിന് കുറച്ച് ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും താമസക്കാരിൽ 99% അവിടെ മുസ്ലിമുകൾ തന്നെയാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും ബംഗ്ലാദേശി രോഹിംഗ്യകളാണ്. അനധികൃതമായി അവർ അവിടെ താമസത്തിന് വന്നവരാണ്. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ അനധികൃതമായി കയ്യേറിയ 15 ഏക്കർ സ്ഥലത്തെ കയ്യേറ്റമാണ് സിദ്ധരാമയ്യ സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. ആദ്യം അവരോട് അവിടെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല. മാലിന്യം നിക്ഷേപിക്കാനായി കർണാടക സർക്കാർ നീക്കിവെച്ച സ്ഥലത്താണ് ബംഗ്ലാദേശി രോഹിംഗ്യ മുസ്ലിമുകൾ ഉൾപ്പെടെ നിരവധി പേർ കയ്യേറി അവിടെ താമസം തുടങ്ങിയത്. ഏറെക്കാലം താക്കീതുകൾ നൽകിയിട്ടും ഗൗനിക്കാതെ ഇരുന്നപ്പോഴാണ് ബംഗ്ലൂർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ബംഗ്ലൂർ അതോറിറ്റി എന്നിവർ ചേർന്ന് സർക്കാർ പിന്തുണയോടെ അനധികൃതമായി നിർമ്മിച്ച 200 വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. ആദ്യം തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നോട്ടീസൊക്കെ കൊടുത്ത് പറഞ്ഞതാണ് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ. പക്ഷെ അവർ കേട്ടില്ല. കയ്യേറിയ സ്ഥലം ഖരമാലിന്യം നിക്ഷേപിക്കാൻ സർക്കാർ നീക്കിവെച്ച സ്ഥലമാണ്. ഇത് കാരണം ഈ പ്രദേശത്ത് നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യത്വമുണ്ട്. അത് കാരണം പലതവണ ഒഴിഞ്ഞു പോകാൻ ഇവരോട് ആവശ്യപ്പെട്ടു, വാക്കാൽ ആവശ്യപ്പെട്ടു, രേഖാമൂലം ആവശ്യപ്പെട്ടു, നോട്ടീസ് നൽകി. ഞങ്ങൾ ബുൾഡോസർ സംസ്കാരം കൊണ്ടുവരുന്നു എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞത്.
ഈ ബുൾഡോസർ കൊണ്ടുവന്നത് അവർ കേൾക്കാത്തത് കൊണ്ടാണ് ബുൾഡോസർ ഉപയോഗിച്ചത്. ഒരിക്കലും ഇങ്ങനെയൊന്നും കുറ്റപ്പെടുത്തരുത്. നഗരത്തിന്റെ നടുവിലുള്ള സർക്കാർ ഭൂമി ഞങ്ങൾ തിരിച്ചു പിടിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് DK ശിവകുമാർ പറഞ്ഞത്. അവിടെ കർണാടകയിൽ അങ്ങനെയെങ്കിലും DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് റോഡരികിൽ വേസ്റ്റ് മാലിന്യം കൊണ്ട് മൂക്ക് പൊത്തി പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ സ്വന്തം സംസ്ഥാനത്തെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കാതെ വേറെ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം കയറി അന്വേഷിക്കേണ്ട വല്ല ആവശ്യവും പിണറായി വിജയൻ ഉണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങളടക്കം ചോദിക്കുന്നത്. സ്വന്തം കാര്യത്തിന്, അതായത് സ്വന്തം സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ സെക്യൂരിറ്റി തകർന്ന തരിപ്പണമായി കിടക്കുന്നു. ജനങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ, ആവശ്യ ഘട്ടങ്ങൾ, അതായത് അടിസ്ഥാന വികസനം പോലും പിണറായി സർക്കാരിന്റെ ഭാഗത്തൊന്നുമില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രം 1000 രൂപ 2000 രൂപ കൂട്ടി അത് വെച്ച് ഇവർ വോട്ട് തരുമെന്ന ഒരു വ്യാമോഹത്തിലാണ് നിന്നത്. ആ ഒരു വ്യാമോഹമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അടിച്ച് കൈ കൊടുത്തത്. ഇനി വേറെ നോട്ട് വീശി നമ്മളെ നിങ്ങൾക്ക് വേറെ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു കൂലികളാക്കി, കൂലി വോട്ടർമാരാക്കി മാറ്റരുത് എന്നൊരു സന്ദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്തു. അപ്പോൾ സ്വന്തം സംസ്ഥാനത്തെ വികസനങ്ങളിൽ വലിയ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി, അതായത് സ്വന്തം സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം മനസ്സിലാക്കി ചെയ്യുന്നതിന് പകരം കർണാടകയിൽ ചെന്നിട്ട് സിദ്ധരാമയ്യയെ ചെന്ന് തെറി വിളിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഈ അനധികൃതമായി താമസിക്കുന്ന മുസ്ലിമുകളെ സന്തോഷിപ്പിക്കാൻ പോയ പിണറായി സർക്കാരിനാണ് നല്ല അടിയുടെ പൊടിപൂരം DK ശിവകുമാർ കൊടുത്തത്. ഈ മുസ്ലിമുകളെ, അതായത് അനധികൃതമായി താമസിക്കുന്ന മുസ്ലിമുകളെ ഇവിടെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രവർത്തനം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ കേരള സർക്കാർ ഇറക്കും എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികൾ ഉൾപ്പെടെ വലിയ ഒരു കൊലയാളികൾ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ തന്നെ അവർക്കിവിടെ സർക്കാരിന്റെ അംഗീകാരം കൊടുത്ത് അവർ ഇവിടുത്തെ ആളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ അവരെ ഇവിടെ വളർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്.